സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തെ അധികരിക്കുന്നതായ ആത്മീക പാഠങ്ങളാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് ഇവിടെ അന്യോന്യ ബന്ധം നന്നായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു സുവർണ നിയമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ വിജയകരമായി സൂക്ഷിക്കുന്നതിന് നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ള ഈ കൽപ്പന സൂക്ഷ്മതയോടുകൂടി അനുസരിക്കാനുള്ള ആവശ്യകതയുണ്ട്. നമ്മൾ ഈ പഠനം തുടങ്ങുമ്പോൾ അതിനൊരു തലക്കെട്ടായി ചിന്തിച്ചൊരു സത്യമുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരാണ് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള ഈ പ്രമാണം അതുപോലെ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ബന്ധങ്ങളുടെ തകർച്ച വ്യാപകമായിട്ടും നമുക്ക് ഈ നാളുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബന്ധങ്ങൾ നന്നായി പോകുന്നത് ആസ്വാദ്യമായിരിക്കുമ്പോൾ തന്നെ ബന്ധങ്ങളുടെ തകർച്ച ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ബന്ധങ്ങളുടെ തകർച്ചയുടെ പിമ്പിൽ പിശാചിൻ്റെ പരീക്ഷകളുണ്ട് എന്നുള്ളത് നാം സാധാരണ ചിന്തിക്കുന്നതായൊരു കാര്യമാണ്. ദൈവവും മനുഷ്യനുമായിട്ട് എന്തോ ഒരു നല്ല ബന്ധമായിരുന്നു. പക്ഷേ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ച് പാപത്തിൽ വീഴിച്ചപ്പോൾ ആ ബന്ധത്തിൻ്റെ വലിയ തകർച്ചയാണ് സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളതായ കാര്യം നാം കഴിഞ്ഞ ക്ലാസ്സിലും ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിലൊരു ശക്തമായ മുന്നറിയിപ്പുണ്ടല്ലോ. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിശാച് അന്ന് ആരംഭിച്ചതായ ആ പ്രവൃത്തി ഇന്നും ദൈവജനത്തിൻ്റെ നടുവിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഭയത്തോടു കൂടി ഉൾക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളതായ ഈ പ്രമാണം നിയമം വളരെ കൃത്യമായി സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നൊരു കാര്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ഇച്ഛിക്കുന്ന കാര്യം അവർക്ക് ചെയ്യുവിൻ എന്നാണ് കർത്താവ് ഈ നിയമത്തിൽ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമുക്കറിയാം, ചില ആളുകളൊക്കെ എനിക്ക് ആരുടെയും ഒന്നും വേണ്ട എന്ന് എത്രയോ അഭിമാനത്തോടു കൂടി പറയുന്നത് കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതൊരു സ്വയം പര്യാപ്തതയുടെ വാക്കായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ ഞാനിവിടെ ഓർപ്പിക്കുകയാണ്, ആ സ്വയം പര്യാപ്തത നല്ലതല്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് എന്നുള്ളതുകൊണ്ട് അന്യോന്യമുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ട് നന്നായി സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താനായിട്ട് ഉള്ള ശ്രമത്തിലൊന്നും നമ്മൾ ഏർപ്പെടാനായിട്ട് ആവശ്യമില്ല എന്നുള്ളത് ഞാൻ ഈ ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്. കുടുംബത്തിലും സഭയിലുമൊക്കെ അന്യോന്യമുള്ള ബന്ധം നന്നായി സൂക്ഷിക്കപ്പെടുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഒരു വീട്ടിലുള്ള ഒരാൾ സ്വയം പര്യാപ്തമായിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് നല്ലതാണ്. പക്ഷേ വേറെ ആരുടെയും സഹായം കൂടാതെ മുമ്പോട്ട് പോകാം എന്ന് തീരുമാനിച്ചാൽ
അത് ആ കുടുംബത്തിലെ ബന്ധത്തെ ഉലച്ചു കളയുവാൻ ഇടയായിട്ട് തീരും. കാരണം അന്യോന്യം സഹായിച്ചും അന്യോന്യം സഹകരിച്ചും ജീവിക്കേണ്ടതിന് വേണ്ടിയാണല്ലോ ദൈവം കുടുംബം സ്ഥാപിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. സഭയിലേക്ക് വന്നാലോ, സഭയിലേക്ക് വരുമ്പോഴും അന്യോന്യമുള്ള സ്നേഹവും സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായ കൂട്ടായ്മയും അന്യോന്യമുള്ള സഹായവുമൊക്കെ എത്രയോ അധികമായിരിക്കുന്നു, പ്രധാനമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഈ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ ഞാനീ പറഞ്ഞു വരുന്ന ബന്ധത്തിലൊരു കൃപാവരമുണ്ട്. ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? ആ സഹായം ചെയ്യാനുള്ള വരം തന്നെ സഭയിൽ നൽകി ആ വലിയ മൂല്യത്തെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ സംബന്ധിച്ചതായൊരു ക്യാമ്പിൽ ഉണ്ടായൊരു അനുഭവം ഞാൻ ഇന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരാനിടയായിട്ട് തീർന്നു. അപ്പോൾ ആ ക്യാമ്പിൽ ഓരോ ദിവസവും അതാത് ദിവസത്തെ ഇവാലുവേഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ അതിൽ ഒരു രാത്രി ഒരു ഡിസ്കഷൻ്റെ കൂട്ടത്തിൽ ക്യാമ്പിൽ വന്നതായൊരു സഹോദരിയെക്കുറിച്ചൊരു പരാമർശം ആ ഡിസ്കഷനിൽ പറയാനിടയായിട്ട് തീർന്നു. ആ സഹോദരി ക്യാമ്പ് സംസ്കാരത്തിലല്ല വർത്തിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞു. ക്യാമ്പ് ലീഡേഴ്സിൻ്റെ ഭാര്യയെക്കുറിച്ചാണത് പറയാൻ ഇടയായിട്ട് തീർന്നത്. വേറെ കുഴപ്പമൊന്നും ചെയ്തിട്ടല്ല, അവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഒക്കെ ഭംഗിയായിട്ട് അവരുടെ ബാഗിൽ ക്രമീകരിച്ചാണ് ക്യാമ്പിന് വന്നിട്ടുള്ളത്. അപ്പോൾ അവരാരോടും ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ ഇവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. അപ്പോൾ ചോദിക്കുന്നില്ല എന്നുള്ളതും അങ്ങനെ മറ്റുള്ളവരുടെ സഹായം അനുഭവിക്കുന്നില്ല എന്നുള്ളതും ഒരു ക്യാമ്പിൻ്റെ സംസ്കാരത്തിന് പറ്റിയതല്ല എന്ന് സരസമായിട്ടൊരു ഇവാലുവേഷൻ ഒരു യോഗത്തിൽ പറയാനിടയായിട്ട് തീർന്നത് ഞാൻ എന്തുകൊണ്ടോ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാനൊരു കാതലായ സത്യം ഓർപ്പിക്കുകയാണ്. നമ്മൾ അന്യോന്യം സ്നേഹിച്ചും സഹകരിച്ചും കൊടുത്തും വാങ്ങിയുമൊക്കെ ജീവിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വലിയ മൂല്യം പ്രായോഗിക തലത്തിൽ സൂക്ഷിക്കേണ്ടതിന് ഈ സുവർണ്ണ നിയമം നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ ദൂത് അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ദൈവം മനുഷ്യനോട് നല്ല ബന്ധം സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പറഞ്ഞു തീരാത്ത വലിയ ദാനത്തെ മനുഷ്യന് വേണ്ടി നൽകിയാണ് ദൈവം ആ കാര്യത്തിൽ മുൻകൈ എടുത്തതായിട്ട് നമുക്ക് വായിക്കുവാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആ വലിയ ത്യാഗത്തിലൂടെ ആ വലിയ ദാനത്തെ ലോകത്തിന് നൽകിയാണ് ദൈവം മനുഷ്യനോടുള്ള ബന്ധം സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ദൈവം സകലവും ധാരാളമായിട്ട് നമുക്ക് തരുന്ന ദൈവമാണ്. കഴിഞ്ഞ ക്ലാസ്സിലും ഞാനത് ഓർപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, നല്ല പരിചയമുണ്ടല്ലോ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ നമ്മെ രക്ഷിച്ച് തൻ്റെ വകയാക്കി തീർത്തു എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടിയതെല്ലാം അതാത് സമയത്ത് തന്ന് നമ്മെ ദൈവം കരുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രയോ അനുഗ്രഹീതമായിട്ടുള്ളതായൊരു സത്യമാണ്. അത് മാത്രമാണ് ഈ കൃപയിലേക്ക് വന്ന നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളതായ വലിയ സാധ്യതയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പോഴത്തെ പോർഷനെ കുറിച്ചൊരു പരാമർശം
ഞാൻ ഏതോ ക്ലാസ്സിൽ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ദാവീദിന് വലിയ സമ്പത്ത് യുദ്ധം ചെയ്തും സമ്മാനമായിട്ടും ഒക്കെ കിട്ടുമ്പോൾ അതെല്ലാം ദൈവത്തിനു വേണ്ടി വേർതിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. നമുക്ക് നല്ല പരിചയമുള്ള കാര്യമാണത്. 29-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള പക്ഷം നിമിത്തം ദാവീദ് വേർതിരിച്ചത് കൂടാതെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്നും ആ ആലയത്തിനു വേണ്ടി വേർതിരിച്ചു എന്നുള്ളതായ ആ ചരിത്രം നാം എത്രയോ വട്ടം ആവർത്തിച്ച് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നാം ദൈവത്തിൽ നിന്നുള്ളതായ നന്മകൾ അനുഭവിക്കുന്നവർ മാത്രമല്ല, പിന്നെയോ ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നതായ വലിയ സാധ്യതയിലേക്കും പദവിയിലേക്കുമാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ലൂക്കോസാറിൻ്റെ 38-ാമത്തെ വാക്യം നമുക്ക് നല്ല പരിചയം ഉണ്ടെങ്കിലും ഇവിടെ ഒന്നങ്ങ് വായിച്ച് മാത്രം പോകാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള കൽപ്പന തന്നെ അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാക്യം നമുക്കൊന്നങ്ങ് വായിച്ചു പോകാം. നമ്മളത് എത്രയോ വിശദമായിട്ട് ഈ സഭാ ഹാളിൽ തന്നെ ചിന്തിക്കാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഇനി വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതുകയാണ്. ഒറ്റ വാക്കിലുള്ളൊരു കൽപ്പനയിലാണല്ലോ വാക്യം തുടങ്ങുന്നത്. എന്താ കൽപ്പന? കൊടുപ്പിൻ. ആർക്ക് കൊടുപ്പിൻ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന എത്രയോ ഉന്നതമായൊരു പദവിയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകണ്ട എന്ന് കരുതുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഓരോ കർത്ത ദിവസവും നമ്മൾ കർത്താവിനെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണ്. പണം കൊടുക്കുന്നത് മാത്രമല്ല, നമ്മൾ സ്തുതി സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമുക്കുള്ള സമ്പത്തിൽ നിന്നും ദൈവത്തോടുള്ള ബഹുമാനത്തിൽ വേർതിരിച്ച് കൊടുക്കാനുള്ളതായ വലിയ സാധ്യതയും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ ചേർത്ത് ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, നാം അങ്ങനെ ദൈവത്തിന് കൊടുക്കാനുള്ള പദവിയിലേക്ക് വന്നവരാണ്. നാം ദൈവത്തിൻ്റെ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്, പ്രാപിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ പ്രമാണം ദൈവിക ബന്ധത്തിലും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ആരാ അളന്ന് തരുന്നത്? ദൈവം അളന്ന് തരികയാണ്. അപ്പോൾ നമുക്ക് അളന്ന് കൊടുക്കാം, അതിനനുസരിച്ച് ദൈവം അളന്ന് തരും എന്നുള്ളതായ ആ വലിയ സത്യം നമ്മുടെ കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഈ ഉപദേശമൊക്കെ ഈ പ്രഭാഷണത്തിൽ നമ്മൾ നേരത്തെ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയട്ടെ, കൊടുക്കുക, വാങ്ങുക എന്നൊക്കെയുള്ളത് മാനുഷിക ബന്ധത്തിൽ അത് നന്നായി സൂക്ഷിക്കപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതായൊരു ഘടകമാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ ഈ വാക്യത്തെ വേറൊരു വാക്യം കൊണ്ടും കൂടെ ഒന്ന് വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ സുവർണ നിയമം പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വേറൊരു സത്യം കൂടി നമുക്ക് ചേർത്ത് ഓർക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. അവിടെ നമ്മുടെ കർത്താവിൻ്റെ ഒരു കൽപ്പന പൗലോസ് സഭാമൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ പരാമർശിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ആ കൽപ്പന നമ്മൾ സുവിശേഷങ്ങളിലൊന്നും വായിക്കുന്നില്ല. എപ്പോൾ പറഞ്ഞതാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാനും പാടില്ല. ചില സന്ദർഭങ്ങളൊക്കെ ആളുകൾ സങ്കല്പിക്കാറുണ്ട്, പക്ഷേ അങ്ങനെ സങ്കല്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞതായിട്ട് ഈ കാര്യം
പൗലോസ് അവിടെ സഭാമൂപ്പന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. 33-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും മനപ്പാഠം അറിയാവുന്ന വാക്യമാണ്. 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോളൂ. 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളെ അധ്വാനിച്ചെന്ന് നിങ്ങൾ തന്നെ അറിയുന്നതാണ്. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു പറഞ്ഞ വാക്ക് ഓർത്തുകൂടി വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് പറഞ്ഞതായ ഒരു സത്യം 35-ാമത്തെ വാക്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. അത് നമ്മുടെ വാക്യത്തോട് നല്ല ബന്ധമുള്ളൊരു വാക്യമാണ്. എന്താണ് അവിടുത്തെ പ്രമാണം? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അപ്പോൾ അത് നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. പൗലോസ് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിലും നമുക്കറിയാം പല കാര്യങ്ങളും പൗലോസിന് കർത്താവ് വേറിട്ട് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടൊരു കാര്യമായിട്ടാണ് നമുക്കിത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാക്യത്തിലും കാതലായി പറയുന്ന കാര്യം എന്താണ്? മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. അപ്പോൾ അവിടെ ആ കൊടുപ്പിൻ എന്നുള്ളതായ ആ വലിയ പ്രമാണമാണ് അവിടെ വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, സഭാമൂപ്പന്മാരോട് പൗലോസ് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഈ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇന്ന് വചനം ധ്യാനിക്കുമ്പോഴും എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. 33-ാമത്തെ വാക്യത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു പരാമർശം ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ. മോഹത്തെ അതിജീവിക്കുന്നവർക്ക് ഇവിടെ ജയാളികളായിട്ട് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ പ്രമാണമാണ്, മറ്റൊരു സുവർണ നിയമമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പൗലോസ് പറയുകയാണ്, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. അപ്പോൾ ഈ സാക്ഷ്യം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ആഗ്രഹിച്ചാൽ, മോഹത്തിലൊരു തൊട്ട് താഴെയുള്ളൊരു കാര്യമാണത്, ആഗ്രഹിച്ചാൽ പിന്നെ അതിലേക്ക് മോഹം വന്നാൽ മോഹഭംഗം ബന്ധങ്ങൾ ഉലയുന്നതിന് കാരണമായിട്ട് തീരാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് ഈ വാക്യത്തോട് ചേർത്ത് ഓർപ്പിക്കുകയാണ്. മോഹത്തെ അതിജീവിച്ച് ജീവിക്കുക എന്നുള്ളത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സത്യമാണ്. ഇവിടെ തോറ്റുപോയ എത്രയോ ആളുകളെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വാക്യം വായിക്കുമ്പോൾ ഇതിൽ തോറ്റുപോയ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലൊക്കെ വരാനിടയായിട്ട് തീരും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആഹാൻ്റെ ആ സംഭവം നമ്മൾ വായിക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ ആഹാൻ ഈ മോഹത്തിൽ അകപ്പെട്ടതാണ് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും വലിയ അനർത്ഥത്തിന് കാരണമായിട്ട് തീർന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുകയാണ്, നമുക്ക് ഈ ദുർമോഹത്തെ അതിജീവിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. ഞാനിന്ന് പകൽ ആ സാന്ദർഭികമായിട്ടാണെങ്കിലും ആഹാൻ്റെ കാര്യം ചിന്തിച്ചപ്പോൾ ഒരു പാഠം ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നത്, ആഹാൻ ഒന്നും മോഹിക്കാൻ ആവശ്യമുള്ളൊരു ജീവിത സാഹചര്യത്തിൽ ആയിരുന്നില്ല. പൗലോസ് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ഉണ്മാനും ഉടുപ്പാനും ഉള്ളത് ആകാനും ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും സമൃദ്ധിയായിട്ട് ഉണ്ടായിരുന്നു.
കാരണം അവർക്ക് ആഹാരത്തിനൊരു മുട്ടുമുണ്ടായിരുന്നില്ല. സ്വർഗത്തിലെ ദൈവം അതിശയകരമായിട്ട് അവരെ പുലർത്തുന്ന നാളുകളായിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. എന്തിനാ പിന്നെ ഈ കാര്യത്തിലേക്ക് പോയത് എന്നെനിക്ക് അറിയാൻ പാടില്ല. കാരണം അവരുടെ വസ്ത്രം പോലും പഴകുമായിരുന്നില്ല, ജീർണിക്കുമായിരുന്നില്ല. അതിലൊക്കെ ദൈവം അസാധാരണമായ സുരക്ഷിതത്വമാണ് അവർക്ക് നൽകിയിരുന്നത് എന്നുള്ളതായ കാര്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു വാക്കിങ്ങനെ ഒന്ന് ചേർത്ത് ഓർപ്പിക്കട്ടെ. മോഹിക്കുന്ന കാര്യങ്ങൾ കിട്ടിയാലും ഉപയോഗിക്കാൻ അവസരം ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ആഖാൻ എന്ന് നമ്മൾ കാണുകയാണ്. ഇസ്രായേൽ മക്കൾ ലക്ഷക്കണക്കിന് ആളുകൾ അതിശയകരമായി സംരക്ഷിക്കപ്പെടുന്ന വഴിയിൽ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു വാചകം എന്തുകൊണ്ടെന്ന് പകൽ ഓർക്കാനിടയായിട്ട് തീർന്നു. ഒത്തിരി പേര് മോഹിക്കുന്ന കാര്യങ്ങൾ ചിലർക്ക് മോഹിച്ചത് നേടിയാലും അതൊന്നും ആസ്വദിക്കുവാൻ ഈ ജീവിതത്തിൽ പോലും അവസരമില്ലാത്ത അനേകരും കടന്നു പോകുന്നു എന്നുള്ളത് എത്രയോ സങ്കടകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ടൊരു ഭയം ഉൾക്കൊണ്ട കാര്യമാകൊണ്ട് അതെടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ദുർമോഹത്തിൽ നാം ഒരു കാരണവശാലും കുരുങ്ങുന്നില്ലെന്നുള്ളത് എല്ലാ സൂക്ഷ്മതയോടും ഉറപ്പ് വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പൗലോസിൻ്റെ ആ പ്രാഗൽഭ്യം എത്രയോ മനോഹരമാണ്. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. പൗലോസ് മോഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു സാമ്പത്തികമായ കാര്യം തൻ്റെ അനുഭവത്തോട് ബന്ധപ്പെട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓർമ്മയിലുണ്ടായിരിക്കാം ആ വാക്യം, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. എന്തൊരു മനോഹരമായ സാക്ഷ്യമാണത്! ഈ ദൈവദാസൻ്റെ ഈ മനോഭാവത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒരുക്കി കൊണ്ടുവരാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. കാരണം താൻ മോഹിക്കുന്നില്ലെന്നാണ് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്. ഇവിടെ പറയുന്നത് ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. ഞാനിന്ന് പകൽ ഒത്തിരി സമയം ചെലവിട്ടതായൊരു വാക്യമാണത്. കാരണം ഫിലിപ്പിയർ 1-ാം നാൾ മുതൽ സുവിശേഷ ഘോഷണത്തിൽ സാമ്പത്തികമായി പൗലോസ് അപ്പോസ്തലനെ സഹായിച്ചതായ സഭയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവർക്ക് എഴുതുമ്പോൾ പറയുകയാണ് ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. ഈ 1-ാം നാൾ മുതലൊക്കെ സഹായിച്ച ആളുകൾ സ്വാഭാവികമായിട്ട് അവരിൽ നിന്നുള്ളതായ ദാനം ആഗ്രഹിക്കുക എന്നുള്ളത് സാധാരണ പോലെ വന്ന് പോകാവുന്നതാണ്. ഞാൻ ആ ദൈവദാസൻ്റെ നിർണയത്തിൻ്റെ മുമ്പിൽ, പ്രാഗൽഭ്യത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽ ഏറെ അത്ഭുതപ്പെട്ടു പോകുവാൻ ഇടയായിട്ട് തീർന്നു. ആ ദൈവദാസൻ പറയുകയാണ് ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. കാരണം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് താൻ എത്രയോ വ്യക്തമായിട്ടാണ് അവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പിന്നെ അവർ കൊടുക്കണമെന്ന് പൗലോസിന് വലിയ ആഗ്രഹമുണ്ട്. അത് എന്തിനാണെന്ന് അവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലമാണ് താൻ ആഗ്രഹിക്കുന്നത്. എന്തൊരു മനോഹരമായ സാമ്പത്തിക വീക്ഷണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വാക്യം വന്ന കൂട്ടത്തിൽ ആ കാര്യം ഒന്ന് ചേർത്ത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള മനോഹരമായിട്ടുള്ളതായ മാതൃക ഇവിടെ നമ്മൾ കാണുകയാണ്. എന്തൊരു മനോഹരമായ ദൃഷ്ടാന്തമാണ് ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ വാക്യത്തിൻ്റെ താഴെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോഴും ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് താൻ എന്ത് പ്രാഗൽഭ്യത്തോടു കൂടിയാണ് പറയുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് വിജയകരമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. ഇനിയാണ് ഈ സുവർണ നിയമത്തോട് ബന്ധമുള്ള കാര്യം പൗലോസ് അവിടെ എടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വാങ്ങുന്നതിനേക്കാൾ
കൊടുക്കുന്നത് ഭാഗ്യം. അപ്പോൾ ഈ സഭാമൂപ്പന്മാരോട് പൗലോസ് സംസാരിക്കുമ്പോഴും ഈ സുവർണ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ സത്യം എത്രയോ കൃത്യമായി കർത്താവിൻ്റെ വാക്കുകളെ ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ പ്രബോധിപ്പിക്കുക. ആരെ പ്രബോധിപ്പിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സഭാ മൂപ്പന്മാരെ ഈ സത്യം എത്രയോ കൃത്യമായി പ്രബോധിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. സഭാമൂപ്പന്മാരും അവരുടെ ശുശ്രൂഷയുടെ വഴിയിൽ ഉപജീവനത്തിന് അവകാശമുള്ള ആളുകളാണ്. അത് ഞാൻ തെളിയിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരിലുമൊക്കെ ഈ സാമ്പത്തിക വിഷയത്തിലുള്ളതായ തെറ്റായ ആഗ്രഹങ്ങളോ ഒക്കെ വന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ പൗലോസ് തൻ്റെ ഗുരുനാഥൻ്റെ ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രബോധനം നൽകുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പൗലോസ് ഇവിടെ സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നതും അങ്ങനെ ആ ബന്ധത്തിൽ കർത്താവിൻ്റെ വേലയോട് ചേർന്നുള്ള അധ്വാനത്തിൽ ഏർപ്പെടുന്നതുമൊക്കെ ഇവിടെയും മറ്റു വാക്യങ്ങളിലുമൊക്കെ പറയുവാനിടയായിട്ട് തീരുന്നുണ്ട്. എന്നാൽ ഇന്ന് പകരം എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, പൗലോസ് സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നതിന് 3 ലക്ഷ്യങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ് അതുകൊണ്ട് സാധിക്കേണ്ടിയിരിക്കുന്നത്. അതിൽ തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതായ കാര്യമാണ്. അതുകൊണ്ട് ഞാനതിന് ചേർത്ത് പറയുകയാണ്. എന്താണ് 3 കാര്യങ്ങൾ? 1, എൻ്റെ മുട്ടിന്. അപ്പോൾ ഈ ദൈവദാസൻ എന്തോ ഒരു മാതൃകയോടുകൂടി ശുശ്രൂഷിച്ച ദൈവദാസനാണ്. അദ്ദേഹത്തിന് മുട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ എത്രയോ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സമൃദ്ധി എന്ന് പറയുന്നതാണ് ദൈവഭക്തിയുടെ വഴിയെന്നും അതാണ് അനുഗ്രഹമെന്നും ഒന്നും വിചാരിക്കേണ്ടതായ ആവശ്യമില്ല. ഈ ദൈവദാസൻ്റെ വാക്കുകൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുട്ടിന് ആ അധ്വാനം അത് ഞാൻ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതായ കാര്യം എടുത്ത് പറയുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല. പിന്നെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ വേറെ 2 ചെലവിനങ്ങൾ താൻ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അത് ഒന്ന് നോക്കി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 2ാമത്തെ ചെലവിന് എന്തായിരുന്നു എന്നുള്ളത്? നിങ്ങൾ വാക്യം എടുത്തില്ലായിരുന്നോ? എന്നോട് കൂടെയുള്ളവർക്ക് വേണ്ടി. പൗലോസിനോട് കൂടെ വേറെയും കൂട്ടുപ്രവർത്തകർ ഉണ്ടായിരുന്നു. അപ്പോൾ പൗലോസിനോട് പറയുക, ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാഗ്രഹം എന്നോട് കൂടെയുള്ളവർക്ക് വേണ്ടിയാണ്. അടുത്തൊരു ചെലവ് കൂടി താൻ പറയുന്നുണ്ട്. ഒന്ന് നോക്കി പറഞ്ഞാട്ടെ. പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കേണ്ടതിന് വേണ്ടിയാണ്. ഞാനിന്ന് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഏറെ സന്തോഷിച്ചൊരു കാര്യമാണിത്. ഈ ദൈവത്തിൻ്റെ ദാസൻ കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെടുമ്പോൾ തന്നെ താൻ സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുമ്പോഴും ആ അധ്വാനത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന ആവശ്യങ്ങൾ എത്രയോ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ പൗലോസ് ദാനം ആഗ്രഹിച്ചില്ലെന്ന് മാത്രമല്ല, ആരുടെയൊന്നും മോഹിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, താൻ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചു മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കത്തക്കവണ്ണം, പ്രാപ്തിയില്ലാത്തവർക്ക് സഹായമായിരിക്കത്തക്കവണ്ണം ആ ദൈവത്തിൻ്റെ ദാസൻ അധ്വാനത്തിൽ ഏർപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായ മാതൃകയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് പൗലോസ് തൻ്റെ ഗുരുവിൻ്റെ കാര്യം പറയുവാനിടയായിട്ട് തീരുന്നത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത്
ഭാഗ്യം. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കടന്നു പോകാനിടയായിട്ട് തീരുമ്പോൾ മത്തായി 7:12 വാക്യത്തിലുള്ള സുവർണ നിയമം നമ്മൾ ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ളതായ മൂല്യം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് ആ സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്താം. വരുമാനത്തിൻ്റെ വർധനവാണ് ഭാഗ്യമെന്നാണ് അനേകർ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പക്ഷേ ഈ ദൈവദാസൻ പറയുന്നത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം. അതുകൊണ്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രസംഗമാണല്ലോ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രസംഗത്തിൻ്റെ മുൻഭാഗങ്ങളിൽ കൊടുക്കുന്നതിൻ്റെ നന്മ എത്രയോ വിശദമായിട്ടാണ് നമ്മുടെ കർത്താവ് വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് സ്വർഗത്തിൽ പ്രതിഫലാർഹമാണെന്നുള്ള സത്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യം അവർക്ക് ചെയ്യുമ്പോൾ അത് എത്രയോ ഭാഗ്യകരമായ കാര്യമാണ് എന്നുള്ളത് നമ്മുടെ ഗുരുനാഥൻ നൽകിയ വിശദീകരണത്തിൽ ഉൾക്കൊണ്ട് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഭാഗ്യമാണെന്ന് തിരിച്ചറിയുന്നവർക്ക് മത്തായി 7:12 വാക്യം സന്തോഷത്തോടെ പ്രായോഗികമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ ആഴ്ചയിലും നാം കർത്താവിന് വേണ്ടി എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കാം. എന്നാൽ ഓരോ ആഴ്ചയിലും നാം കർത്താവിൻ്റെ നാമത്തിൽ എന്തെല്ലാം ചെലവിടുന്നു എന്നുള്ളത് നമ്മുടെ മറ്റൊരു ചിന്താവിഷയമായിരിക്കട്ടെ. വാങ്ങുന്നതിനേക്കാൾ അധികം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് എല്ലാ പരമാർത്ഥതയിലും പരിശോധിക്കാൻ അതൊരു ഭാഗ്യമായി കണ്ട് വർത്തിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് ഈ പ്രസംഗത്തിൽ നിന്ന് ഒരു ഉത്തരം കണ്ടെത്താവുന്നതാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് അവർക്ക് ചെയ്യുവിൻ എന്ന് നാം ഇവിടെ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉത്തരം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് അറിയാവുന്ന വേദഭാഗങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചാൽ എത്രയോ ദീർഘമായൊരു ലിസ്റ്റ് നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ ദീർഘമായ ലിസ്റ്റ് നമുക്കങ്ങനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എങ്കിലും നിങ്ങൾ വേറൊരു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നല്ലതാണ്. ആ ലിസ്റ്റ് ഞാനേതായാലും ഓരോന്ന് എഴുതി നിങ്ങളോട് പറയണ്ട എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഈ പ്രസംഗത്തിൻ്റെ ഒടുവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രസംഗത്തിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കർത്താവ് മുൻഭാഗങ്ങളിൽ വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാവുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പാടില്ലാത്തതുമായ ധാരാളം കാര്യങ്ങളുടെ വിശദീകരണം ഈ പ്രസംഗത്തിൽ തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ഗ്രഹപാഠം നിങ്ങൾ ഈ പ്രസംഗത്തിൽ നിന്ന് ചെയ്താൽ നന്നായിരിക്കും. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതിലൊരു സൂചന ഞാനൊന്ന് പറയാം. ഭിക്ഷ കൊടുക്കുന്ന കാര്യം കർത്താവ് എത്രയോ വിശദമായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ വിശദീകരണം ഞാനൊന്നും പറയേണ്ടതായ ആവശ്യമില്ല. അങ്ങനെ കൊടുക്കുന്നത് സ്വർഗത്തിൽ പ്രതിഫലാർഹമാണെന്നുള്ളതായ കാര്യവും നമ്മുടെ കർത്താവ് എത്രയോ കൃത്യമായി പറയുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത എന്തോരം കാര്യങ്ങൾ നമ്മൾ ഈ പ്രസംഗത്തിൽ കാണാനിടയായിട്ട് തീർന്നു. നിങ്ങളോട് ധൈര്യപ്പെട്ട് ഞാൻ ചോദിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത വല്ല കാര്യവും പറയാമോ? ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം? ഈ 7-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താ കർത്താവ് പറഞ്ഞു തുടങ്ങിയത്? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യം എത്രയോ കൃത്യമായി നമ്മുടെ കർത്താവ് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഞാനിന്ന് പകൽ വായനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ച 5-ാം അധ്യായത്തിലൊരു കാര്യം ഓർക്കാനിടയായിട്ട് തീർന്നു.
കർത്താവോട് പറഞ്ഞത്, നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു പ്രബോധനം ഉണ്ടല്ലോ. എന്താ ചെയ്യാൻ പാടില്ലാത്ത? ആടുകളെ കൊണ്ട് എന്ത് പറയാൻ പാടില്ല? തിന്മ പറയാൻ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ വാക്യങ്ങളിലൂടെയെല്ലാം എത്രയോ മനോഹരമായ പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗിരിപ്രഭാഷണം ഒത്തിരി ജീവിതങ്ങളിൽ അത്ഭുതകരമായ പരിവർത്തനം വരുത്തിയതായ പ്രസംഗമാണ്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഈ പ്രസംഗത്തിലൂടെ കടന്നുപോയി നമ്മുടെ കർത്താവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കർശനമായി ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രൂപാന്തരം ഉണ്ടാകാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ ഈ പ്രമാണം, ഈ നിയമം എത്രയോ മനോഹരമാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക. ഈ പ്രസംഗത്തിൻ്റെ സമാപ്തിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് വളരെ ഉന്നതമായി ഈ പ്രമാണം തൻ്റെ അനുവാചകർക്ക് പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പുള്ള വാക്യം വായിച്ചാൽ ആ ഒരു സൂചന പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. 7:12 നമ്മൾ ചിന്തിക്കുന്നത്. 7:11 വാക്യം വായിച്ചാൽ അവിടെ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട 2 കാര്യങ്ങൾ ആ വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. അത് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് ഉപസംഹരിക്കാമെന്ന് കരുതുന്നു. 7:11 വായിച്ച്. നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വതസ്ഥായ നിങ്ങളുടെ പിതാവ് നന്മ യാചിക്കുന്നവർക്ക് അപ്പോൾ അവിടെ അതിന് 2 വാക്കുകൾ ഞാനത് എടുത്ത് പറയുകയാണ്. നമുക്ക് നന്മ ഇങ്ങോട്ട് അനുഭവിക്കുവാൻ ഒത്തിരി താല്പര്യം തോന്നാകുന്നതാണ്. ഇപ്പോൾ കർത്താവ് പറഞ്ഞ പ്രമാണത്തിൽ മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് അവർക്ക് ചെയ്യുവിൻ. അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളത് നമ്മിൽ ഭരമേൽപ്പിക്കപ്പെട്ട എത്രയോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ഇതിൻ്റെ നമ്മുടെ മനസ്സിൽ തന്നെയുള്ള വാക്യങ്ങളിൽ ഇത് എത്രയോ മനോഹരമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നന്മ ചെയ്ത് സ്വർഗത്തിൽ പോകുന്ന ആളുകളല്ല, പിന്നെയും നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ള അവകാശം കിട്ടിയവരാകൊണ്ട് നന്മ ചെയ്ത് സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരെന്ന നിലയിൽ ജീവിക്കാനുള്ള വലിയ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗലാത്യലേഖനത്തിൽ വരുമ്പോൾ പൗലോസ് പ്രബോധിപ്പിക്കുന്നത് എല്ലാവർക്കും നന്മ ചെയ്യണം. പിന്നെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടല്ലോ, ഓർക്കണ്ടോ? വിശേഷാൽ സഹവിശ്വാസികൾക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സഹവിശ്വാസികൾക്ക് വേണ്ടി ചെയ്യേണ്ടിയ കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിൽ തന്നെ എത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. അത് മറ്റുള്ളവർക്ക് ആസ്വാദ്യമാകും. സ്നേഹം നമുക്കതിലൂടെ പകർന്ന് കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സുവർണ നിയമം ഒരു വീട്ടിലും സഭയിലുമൊക്കെ പ്രായോഗികമാകാനിടയായിട്ട് തീരുന്നത് അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളതായ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല ദാനങ്ങൾ മറ്റുള്ളവർക്ക്, നമ്മുടെ സഹവിശ്വാസികൾക്ക്, നമ്മുടെ സഹജീവികൾക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ സുവർണ നിയമം പ്രായോഗികമാക്കി ജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ച ഈ വാക്കുകൾ അതിൽ തന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഏറെ സ്വാധീനത ചെലുത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കി ജീവിക്കുവാൻ സാധിക്കട്ടെ. പൗലോസിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തതായ ആ ഉപദേശം തൻ്റെ ജീവിതത്തിൽ എന്തൊരു അതിശയമായ നിലപാടുകളിലേക്കാണ് തന്നെ കൊണ്ടുപോകുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൽ തന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് കർത്താവ് ആ പഠിപ്പിച്ച വാക്കുകൾ. അത് എത്രയോ വലിയ സ്വാധീനത തൻ്റെ ജീവിതത്തിൽ വരുത്തി.
താൻ ഒത്തിരി ബദ്ധപ്പാടുകളുടെ നടുവിലും അധ്വാനിച്ച് ആ വാക്കുകൾ പ്രായോഗികമാക്കാനായിട്ട് എത്ര ഉത്സാഹിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയും അത് നമ്മുടെ ഗുരുനാഥൻ നമ്മെ പഠിപ്പിച്ചതായ ഈ സുവർണ്ണ നിയമം അതുപോലെ പാലിച്ച് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ തലമുറയിൽ വ്യത്യസ്തരായി ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാനീ പറഞ്ഞ ഗ്രഹപാഠവും കൂടെ നിങ്ങൾ ചെയ്താൽ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ പൂർണ്ണ രൂപത്തിന് വേണ്ടി വേറൊരു ക്ലാസ് എടുക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഓർപ്പിക്കുവാനിടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ഈ നിയമത്തെ പ്രായോഗികമാക്കി വരുന്ന ദിവസങ്ങളിൽ ഈ തലമുറയിൽ വ്യത്യസ്തരായി അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നവരായിട്ട് ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ നിയമം നമ്മൾ പഠിച്ചു എന്നുള്ളത് അടുത്ത ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിലും നമ്മുടെ സഭയിലുമൊക്കെ പ്രായോഗികമായിട്ട് തീർത്ത് സാക്ഷ്യം വഹിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുവാൻ.